നമ്മൾ ഫിസിക്സ് പഠിച്ച് ഹിസ്റ്ററി പഠിച്ച് സോഷ്യോളജി പഠിച്ച് പക്ഷെ എങ്ങനെ ഫിനാൻസ് മാനേജ് ചെയ്യണമെന്ന് പഠിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഇന്നും 40-50 വർഷം പണിയെടുത്തിട്ടും ബിസിനസ് ചെയ്തിട്ടും ആളുകൾ ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് നമ്മളിത് പഠിക്കാത്തതെന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? ബേസിക്കലി സ്കൂളുകളിൽ നിന്നും കോളേജിൽ നിന്നും അല്ലെങ്കിൽ അക്കാദമികളിൽ നിന്നും നമ്മളെ നല്ലൊരു എംപ്ലോയി ആക്കാൻ വേണ്ടി മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ. അവരൊരിക്കലും ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരാളാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല. നമ്മുടെ പാരന്റ്സ് ആയിക്കോട്ടെ, അവർക്കും ഫിനാൻഷ്യലി ലിറ്ററസി ഇല്ല. അതുകൊണ്ട് തന്നെ അവരെയൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. നമ്മളെല്ലാവരെയും പഠിച്ചതും നമ്മളെ പഠിപ്പിച്ചതും എങ്ങനെ പണം ഉണ്ടാക്കാന്നുള്ളതാണ്. ഒരിക്കലും അത് എങ്ങനെ മാനേജ് ചെയ്യണം അല്ല എങ്ങനെ അത് മൾട്ടിപ്ലൈ ചെയ്യണം എന്ന് ആരും പഠിപ്പിച്ചിട്ടില്ല. സോ ഇന്നത്തെ വീഡിയോയിൽ പേഴ്സണൽ ഫിനാൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് ഫിനാൻഷ്യൽ ലിറ്ററസി ഇമ്പോർട്ടന്റ്? ഇൻഫ്ലേഷൻ അത് നമ്മളെ സേവിങ്സിന് ഇല്ലാണ്ടാക്കും. ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് എല്ലാ വർഷവും ഗുഡ്സ് ആൻഡ് സർവീസിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നതാണ്. അതായത് ഇന്നത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ ആവറേജ് 6% കഴിഞ്ഞ വർഷത്തെക്കാളും ഗുഡ്സ് ആൻഡ് സർവീസിന്റെ പ്രൈസ് കൂടുന്നുണ്ട്. സോ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ലെറ്റ്സ് സേ ഞാൻ എൻ്റെ അക്കൗണ്ടിലേക്ക്, എൻ്റെ ഒരു സേവിങ്സ് അക്കൗണ്ടിലേക്ക് 1 ലക്ഷം റുപ്പീ ഇട്ടെന്ന് വെച്ചോ. അതായത് വലിയ ഇൻട്രസ്റ്റ് റേറ്റ് ഇല്ലാത്ത ഒരു സേവിങ്സ് അക്കൗണ്ടിലേക്ക് ഞാൻ 1 lakh rupees ഇട്ട്. അടുത്ത കൊല്ലം നോക്കുകയാണെങ്കിൽ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് കുറയാ ഉണ്ടാവുക. അതായത് 6% ഇൻഫ്ലേഷൻ റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ അടുത്ത കൊല്ലം ആ 1 lakhന്റെ വാല്യൂ എന്ന് പറയുന്നത് 94,000 റുപ്യ ആയിരിക്കും. അതായത് 6,000 റുപ്യ അവിടെ ലോസ് വരുന്നുണ്ട്. അതായത് കഴിഞ്ഞ വർഷം ഒരു ഹോണ്ട ഡിയോന്റെ പ്രൈസ് 1 lakh ആണെങ്കിൽ അടുത്ത വർഷം അത് വാങ്ങുമ്പോൾ ഈ പുതിയ വർഷം നമ്മളത് വാങ്ങാൻ പോകുമ്പോൾ അതിന്റെ പ്രൈസ് 1,06,000 റുപ്യ ആയിട്ടുണ്ടാവും ഏറ്റവും മിനിമം. സോ നമുക്ക് ആ നമ്മളെ സേവിങ്സ് കൊണ്ട് നമുക്ക് ബൈയിങ് പവർ കുറയാണ്, നമുക്ക് ആ പ്രോഡക്റ്റ് ഓർ സർവീസ് നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി പറ്റൂല. ആൻഡ് നെക്സ്റ്റ് വൺ, വിത്തൗട്ട് ഫിനാൻഷ്യൽ ലിറ്ററസി ഡെറ്റ് ട്രാപ്പ്. ഒരുപാട് ആളുകൾ കടക്കണിയിൽ പെട്ടിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന കാണാറുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷവും സമാധാനവും എല്ലാം നശിപ്പിക്കുന്ന സാധനമാണ്. ഫിനാൻഷ്യൽ നോളജ് എന്തിനാന്ന് വെച്ചാൽ നമുക്കത് ഫ്രീഡം തരും, നമ്മളെ സ്ട്രെസ് കുറക്കാൻ വേണ്ടി പറ്റും. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നമുക്ക് ഏർലി റിട്ടയർമെന്റ് ചെയ്യാൻ പറ്റും. ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും എങ്ങനെ കുറെ പണം ഉണ്ടാക്കാന്നല്ല, നമുക്ക് ഫ്രീഡം തരും. നമ്മളതായ ടേംസ് ആൻഡ് കണ്ടീഷനിൽ നമുക്ക് ജീവിക്കാൻ വേണ്ടി തരുന്ന ഒരു ഫ്രീഡം ഉണ്ട്. അതാണ് ശരിക്കും ഫിനാൻഷ്യൽ നോളജ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് മണി വർക്ക് ചെയ്യുന്നത്? അതായത് സാധാരണ നമ്മൾ കാണുന്നത് ആളുകൾ ഏതെങ്കിലും ഒരു ജോബിന് പോകും, അവിടെ നിന്ന് ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഇൻകം ഉണ്ടാവും. ആ ഇൻകം കൊണ്ട് നമ്മൾ എല്ലാ ചെലവുകളും ചെയ്യുന്നു, സ്പെൻഡ് ചെയ്യുന്നു. അങ്ങനെ മാസാവസാനം ആകുമ്പോഴേക്ക് വീണ്ടും നമ്മൾ 0 എത്തുന്നു, അടുത്ത മാസത്തെ സാലറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഇങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത്. പക്ഷെ എങ്ങനെയാണ് റൈറ്റ് ആയിട്ട് മണി വർക്ക് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു തരാം. എങ്ങനെയാണ് റൈറ്റ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടത്? നമുക്ക് ആദ്യം ഒരു ജോബ് വേണം. നമുക്ക് എന്തെങ്കിലും നമ്മുടെ സമൂഹത്തിലെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കിൽ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആക്റ്റീവായിട്ട് ഇൻകം ഉണ്ടാവും. ഒരു ആക്റ്റീവ് ജോബ് ഉണ്ടായിരിക്കുക, അതിൽ നമുക്ക് ഇൻകം വരും. ആ ഇൻകം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മളെ എക്സ്പെൻസ് മീറ്റ് ചെയ്യണം, നമ്മളെ ആവശ്യങ്ങൾ ഉണ്ടാവും, നമ്മളെ ആഗ്രഹങ്ങൾ ഉണ്ടാവും, അത് മീറ്റ് ചെയ്യാൻ വേണ്ടി സ്പെൻഡ് ചെയ്യണം. ഇവിടെയാണ് പ്രശ്നം വരുന്നത്. ആളുകൾ നമ്മളെ കിട്ടുന്ന വരുമാനം മൊത്തമായിട്ട് സ്പെൻഡ് ചെയ്യും, ചില ആളുകൾ അതിൽ കൂടുതൽ സ്പെൻഡ് ചെയ്യും. അവിടെയാണ് ഈ ഡെറ്റ് ട്രാപ്പ് അല്ലെങ്കിൽ കടക്കണികളൊക്കെ വരുന്നത്. സോ അവിടെ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, വൺസ് നമുക്ക് നമ്മുടെ ഇൻകം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം വേണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സേവിങ്സ് വേണം. സേവിങ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താൻ പറ്റും. സേവിങ്സ് വേണമെങ്കിൽ നമുക്ക് നമ്മളെ ഇൻകവും നമ്മളെ എക്സ്പെൻസും തമ്മിലൊരു ഗ്യാപ്പ് വരണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ സ്പെൻഡ് കുറക്കണം, ലെസ് സ്പെൻഡ് ചെയ്യണം, നമ്മളെ എക്സ്പെൻസ് കുറക്കണം. എക്സ്പെൻസ് കുറക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ഡിസയർ കുറക്കണം, ലെസ് ഡിസയർ ആവണം. എന്തുകൊണ്ട് നമ്മൾ ഡിസയർ ചെയ്യുന്നത് കൂടുതലും? ആളുകൾ ഡിസയർ ചെയ്യാനുള്ള ഏറ്റവും വലിയ കാര്യമാണ് ടു കെയർ അബൌട്ട് പീപ്പിൾ. ആളുകളെ കാണിക്കാൻ വേണ്ടിയാണ് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നത്? കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസയർ ചെയ്യുന്നത് അത് വാങ്ങണം. ഐഫോൺ വാങ്ങുന്നത് എല്ലാവരും പേർപ്പസ്ഫുള്ളി അല്ല. കാറുകൾ വാങ്ങുന്നത് ചില ആളുകളൊന്നും നമ്മളെ സാമ്പത്തിക അവസ്ഥയിലേക്കാളും കൂടുതൽ വിലയുള്ള കാറുകളൊക്കെ വാങ്ങിക്കുന്നുണ്ട്, ആളുകളെ കാണിക്കാൻ വേണ്ടിയാണ്. ഡിസയർ ലെസ് ചെയ്യണം. ഡിസയർ ലെസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ലെസ് കെയർ അബൌട്ട് പീപ്പിൾ. ആളുകളെ പറ്റി ലെസ് ബോധേഡ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം ഫിക്സ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ സ്പെൻഡ് പർപ്പസ്ഫുള്ളി, നോട്ട് ടു ഷോ ഓഫ്. ഇങ്ങനെ സ്പെൻഡ് ചെയ്താൽ നമുക്ക് സേവിങ്സ് ഉണ്ടാവും. ഈ സേവിങ്സ് ആണ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇൻവെസ്റ്റ്മെന്റിലേക്ക് ഇട്ടുകഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഫിനാൻഷ്യലി ഫ്രീഡം ഉണ്ടാവുള്ളൂ. നമ്മളെ പണം അവിടെ സേവ് ചെയ്ത് കുറെ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഒന്നും ആകാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇൻഫ്ലേഷൻ വരുമ്പോൾ അതിന്റെ വാല്യൂ കുറഞ്ഞു വരികയോ. സോ സേവിങ്സ് ചെയ്തിട്ട് മാത്രം കാര്യമില്ല, നമ്മളത് ഇൻവെസ്റ്റ് ചെയ്യണം. അതും ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഹൗ ടു സ്റ്റാർട്ട് പേഴ്സണൽ ഫിനാൻസ്? എങ്ങനെ പേഴ്സണൽ ഫിനാൻസ് തുടങ്ങാം? അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ക്രിയേറ്റ് എ ബഡ്ജറ്റ്. അതിലെപ്പം ആളുകൾ ഉപയോഗിക്കുന്ന റൂളാണ് 15-30-20 റൂൾ. അത് നമുക്ക് വൺസ് നമ്മളെ വരുമാനം അല്ലെങ്കിൽ നമ്മുടെ ഇൻകം വന്നു കഴിഞ്ഞാൽ അതിനെ 3 പാർട്ടായിട്ട് തിരിക്കാം. 50-30-20. അതായത് നമ്മളെ വരുമാനത്തിന്റെ 50% നമ്മളെ നീഡ്സിന് വേണ്ടി, അതായത് നമ്മളെ
എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ റൂം റെന്റ്, ഫ്യൂൽ എക്സ്പെൻസ്, അങ്ങനെ എല്ലാ എക്സ്പെൻസുകളും നമ്മളെ വരുമാനത്തിന്റെ 50% 50% മീറ്റ് ചെയ്യുക. ആൻഡ് അടുത്ത 30% നമുക്ക് നമ്മളെ നീഡ്സിന് വേണ്ടി മാറ്റി വെക്കാം. നമ്മളെല്ലാവർക്കും ആഗ്രഹങ്ങൾ ഉണ്ടാവും. ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിക്കുക, അല്ലെങ്കിൽ ഫിലിമിന് പോവുക, ട്രാവൽ ചെയ്യുക, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ഈ 30% മാറ്റി വെക്കുക. ആൻഡ് ബാക്കി വരുന്ന 20% നമ്മളെ സേവിങ്സിലേക്ക് മാറ്റി വെക്കുക എന്നുള്ളതാണ്. ആൻഡ് വൺസ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് ക്രിയേറ്റ് എ എമർജൻസി ഫണ്ട്. നമ്മളെ 3 to 6 month എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കണം. കാരണം നമുക്ക് എന്ത് പറ്റും, എന്താ സംഭവിക്കാന്ന് ഒരിക്കലും പറയാൻ പറ്റതാണ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഹെൽത്ത് പ്രൊട്ടക്ട് ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളതാണ്. ഒരു മനുഷ്യന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 കാര്യങ്ങൾ ഹെൽത്ത്, വെൽത്ത്, റിലേഷൻ ആണ്. വൺസ് നമ്മളെ ഹെൽത്തിന് ഇഷ്യൂ വന്നാൽ അറിയാം ഒരുപാട് പൈസ വേണം ഹോസ്പിറ്റലിൽ സ്പെൻഡ് ചെയ്യണമെങ്കിൽ. അത്രയും സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മളെ ഹെൽത്തിന്റെ കൂടെ വെൽത്തും കൂടി ബാധിക്കും. ഇത് രണ്ടും കൂടി പൊട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ റിലേഷൻസ് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റില്ല. ഒരു മനുഷ്യന്റെ 3 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും തകരും. സോ നമ്മളെ ഹെൽത്ത് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സേവ് മാത്രം ചെയ്താൽ പോരാ, ആ സേവിങ്സ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ബേസിക്കലി നമുക്ക് ഏത് തരത്തിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവാം. മ്യൂച്വൽ ഫണ്ടിലേക്ക് പോവാം, ഗോൾഡിലേക്ക് പോവാം, റിയൽ എസ്റ്റേറ്റിലേക്ക് പോവാം, ഇക്വിറ്റി ഷെയറിലേക്ക് പോവാം. സോ ഇതിൽ ഏറ്റവും എളുപ്പമായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ് മ്യൂച്വൽ ഫണ്ട്, ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളതൊക്കെ. ഒന്നും വേണ്ട, ജസ്റ്റ് അപ് സ്റ്റോക്സ് പോലത്തെ ആപ്ലിക്കേഷൻ കയറ്റാ, ഒരു ഡിമാറ്റ് അക്കൗണ്ട് എടുക്കുക, നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇഷ്ടം പോലെ വീഡിയോസ് യൂട്യൂബിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ChatGPT സഹായം ഉപയോഗിച്ചുകൊണ്ട് നല്ലൊരു മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് തന്നെ തുടങ്ങാൻ വേണ്ടി പറ്റുന്നതാണ്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യമാണ് അത് ട്രാക്ക് ചെയ്യുക എന്നുള്ളത്. അതിലൊരു സ്ട്രാറ്റജീസോ അതിലൊരു പ്ലാനിങ്ങോ ഇല്ലെങ്കിൽ വെറുതെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. ഞാൻ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് തന്നെയാണ് അടുത്ത കൊല്ലം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഗ്രോത്ത് ഉണ്ടാക്കാൻ വേണ്ടി പറ്റൂല. അവിടെ സ്ട്രാറ്റജീസ് കൊണ്ടുവരണം, അവിടെ ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരണം. സോ ഏറ്റവും ഇമ്പോർട്ടന്റ് ടേക്ക് ദ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഡിമാറ്റ് അക്കൗണ്ട് എടുത്തിട്ട് ചെറിയ രീതിയിൽ SIPകൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തണമെങ്കിൽ ഇനി ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്കൊരു ഇൻകം ഉണ്ട്, നമ്മളിപ്പോൾ അതിനെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് പഠിച്ച്. ഇനി വേണ്ടത് നമുക്കുള്ള ഇൻകം നമ്മളത് ഇൻക്രീസ് ചെയ്യണം. ഇൻകം കൂട്ടാൻ വേണ്ടി പറ്റണം, അല്ലെ സോഴ്സ് ഓഫ് ഇൻകം, മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടാക്കണം. അതിനു വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്, നിങ്ങളിപ്പോൾ ഒരു 9 to 5 ജോബ് ചെയ്യുന്ന ആളാണെങ്കിൽ പോലും പുതിയ സ്കില്ലുകൾ പഠിക്കുക, ഫ്രീലാൻസ് വർക്ക് ചെയ്യുക, പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യുക, നമ്മളെ ഇൻകം കൂട്ടുക. ബേസിക്കലി അതാണ് ചെയ്യാനുള്ളത്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി സ്പെൻഡ് കുറക്കുക, ആവശ്യത്തിന് വേണ്ടി മാത്രം സ്പെൻഡ് ചെയ്യുക. ഇൻവെസ്റ്റ്മെന്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ് കൺസിസ്റ്റൻസി. നമ്മൾ ചെയ്യുകയാണെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യണം, എന്നാലും മാത്രമേ അവിടെ ഗ്രോത്ത് ഉണ്ടാവും. നമ്മൾ കുറച്ചു കാലം ചെയ്ത് അവിടെ ഗ്യാപ്പ് വരാണെങ്കിൽ ഇത് വർക്ക് ആവില്ല. കൺസിസ്റ്റന്റ് ആയിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഈ കാര്യങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ വേണം. ആ ഫിനാൻഷ്യൽ ഡിസിപ്ലിനിലേക്ക് എത്താൻ വേണ്ടി നമുക്ക് കുറച്ച് ബാങ്ക് അക്കൗണ്ട്സിന്റെ ആവശ്യമുണ്ട്. എങ്ങനെയാണ്, എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം. ബേസിക്കലി ഒരാൾക്ക് 3 ബാങ്ക് അക്കൗണ്ട് ആണ് വേണ്ടത്. ഒന്ന് സേവിങ്സ് അക്കൗണ്ട് ആണ്, അതായത് നമുക്ക് വരുന്ന ഇൻകം, നമ്മളെ 9 to 5 ജോബിൽ നിന്ന് വരുന്ന ഇൻകം, അല്ലെങ്കിൽ നമ്മളെ ബിസിനസ് വരുന്ന ഇൻകം, നമ്മളെ ഫ്രീലാൻസ് നിന്ന് വരുന്ന ഇൻകം, എല്ലാ ഇൻകം കൂടി നമ്മൾ ഈ സേവിങ്സ് അക്കൗണ്ടിലേക്ക് ഇടാം. എന്നിട്ട് ആ സേവിങ്സ് അക്കൗണ്ടിന്റെ UPI, നെറ്റ് ബാങ്കിങ് ഓഫ് ആക്കി ഇടാം. വൺസ് അത് കഴിഞ്ഞാൽ അടുത്ത അക്കൗണ്ട് നമ്മളെ എക്സ്പെൻസ് അക്കൗണ്ട് ആണ്. സോ മന്ത് എൻഡിൽ നമ്മളെ ഫണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മന്ത് സ്റ്റാർട്ടിൽ നമ്മളെ ഫണ്ട് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ, ഇൻകം ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൽ അടുത്ത സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടത് നമ്മളെ എക്സ്പെൻസ് മുഴുവനായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മൾ ഒരു മാസത്തേക്കുള്ള എക്സ്പെൻസ്, നമ്മളെ റൂം റെന്റ്, ഫ്യൂൽ എക്സ്പെൻസ്, അതുപോലെ തുടങ്ങി എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള എക്സ്പെൻസ് ഈ എക്സ്പെൻസ് അക്കൗണ്ടിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ആ എക്സ്പെൻസ് അക്കൗണ്ടിൽ അതൊരു 0 ബാലൻസ് അക്കൗണ്ട് തുടങ്ങാം. എന്നിട്ട് ആ എക്സ്പെൻസ് അക്കൗണ്ടിൽ UPI, നെറ്റ് ബാങ്കിങ് ഓൺ ആക്കി ഇടാം. ദെൻ അടുത്ത വേണ്ടത് ഒരു ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ആണ്. അതും ഒരു 0 ബാലൻസ് അക്കൗണ്ട് തുടങ്ങുക. അതിലെയും നെറ്റ് ബാങ്കിങ്ങും UPI ഒക്കെ ഓഫ് ആക്കി ഇടാം. ശേഷം നമ്മളെ എക്സ്പെൻസ് ഒക്കെ നമ്മളെ സേവിങ്സ് അക്കൗണ്ടിൽ നിന്ന് മാറ്റി വെച്ച്, സോ നമ്മളെ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിലേക്ക് സേവിങ്സ് അക്കൗണ്ടിൽ നിന്ന് ബാക്കിയുള്ള ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയുള്ള എമൗണ്ട് അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക ത്രൂ ബാങ്ക് ട്രാൻസ്ഫർ. ഒരിക്കലും UPIയും നെറ്റ് ബാങ്കിങ്ങും ഈ 2 അക്കൗണ്ടിൽ ഓൺ ആക്കാൻ പാടില്ല. അതായത് സേവിങ്സ് അക്കൗണ്ടിലും ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിലും UPIയും നെറ്റ് ബാങ്കിങ്ങും ഓൺ ആക്കി ഇടാൻ പാടില്ല. അപ്പം നമ്മൾ ഈ സേവിങ്സ് അക്കൗണ്ടിൽ നിന്ന് നമ്മൾ ഇൻവെസ്റ്റ്മെന്റിന്റെ എമൗണ്ട് മാറ്റിക്കുന്നത് നമ്മളെ SIP പോകുന്ന എമൗണ്ടുകളൊക്കെ ഈ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിലേക്ക് മാറ്റി വെക്കാം. എന്നാലും ഈ സേവിങ്സ് അക്കൗണ്ടിൽ എമൗണ്ട് ബാക്കിയുണ്ടെങ്കിൽ അത് അവിടെ കിടക്കും. സോ അത് നമുക്ക് നമ്മളെ എമർജൻസി ഫണ്ട് ആയിട്ട് ഉപയോഗിക്കാം. ഈ 3 അക്കൗണ്ട് ആണ് ഒരാൾക്ക് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് വേണ്ടത്. ഇതിൽ ഈ ഫിനാൻഷ്യൽ അഡ്വൈസ് എന്ന് പറയുന്നത് ആർക്കും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. എനിക്കൊരിക്കലും ഒരാളുടെ ലൈഫിൽ പോയിട്ട് നിന്റെ പണം കൊണ്ട് ഇങ്ങനെ ചെയ്യണമെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. കാരണം മണി എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ പെർസ്പെക്റ്റീവ് ഓഫ് മണി എന്ന് പറയുന്നത് എല്ലാവർക്കും ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും. അവര് ജീവിച്ചിരുന്ന സാഹചര്യം, അവരെ ഹിസ്റ്ററി ഓഫ് ലൈഫ് അതിനെ ഡിഫൈൻ ചെയ്യുന്നുണ്ടാവാം. അതുകൊണ്ട് ആരെയും ഫിനാൻഷ്യലി അഡ്വൈസ് ചെയ്യാൻ വേണ്ടി പറ്റൂല.
പക്ഷെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് പ്രൊഫഷണൽ ആയിട്ട് ആൾക്കാർക്ക് മാത്രമേ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ആർക്കും നിങ്ങളെ പണം നിങ്ങൾ ഇങ്ങനെ ഉപയോഗിക്കണം, നിങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്ന് വേണ്ടി പറയാൻ വേണ്ടി പറ്റൂല. അത് കംപ്ലീറ്റ്ലി അപ് ടു ദ പേഴ്സൺസ് ആണ്, അവരുടെ ലൈഫാണ്, അവരുടെ ഹിസ്റ്ററിയാണ് അതിനെ ഡിഫൈൻ ചെയ്യുന്നുണ്ടാവുക. സോ ഇത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ. ദ സൈക്കോളജി ഓഫ് മണി എന്ന് പറഞ്ഞ ബുക്കിൽ അതിന്റെ ഓതർ പറയുന്നുണ്ട്, നിങ്ങൾ എടുക്കുന്ന ഫിനാൻഷ്യൽ ഡിസിഷൻസ് നിങ്ങളുടെ ഉറക്കാൻ കളയുന്നതാവാൻ പാടില്ല എന്ന്. സോ അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.